عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് 21-ാമത്തെ ജുസ്ഉ പഠിക്കാൻ പോവാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് ഇന്നലെ നമ്മൾ അവസാനം പറഞ്ഞ അല്ലെങ്കിൽ ഇന്നലത്തെ ജുസ്ഇന്റെ അവസാനത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത്. ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി വഅഖിമിസ് സ്വലാ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. അതിൽ പറയുന്ന ഒന്ന് എന്താണ്? വഅഖിമിസ് സ്വലാ, നിസ്കാരം നിങ്ങൾ നിലനിർത്തണം. ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടോ, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്താൻ, നിസ്കാരത്തെ എത്രയും പ്രാധാന്യത്തോടെ കാണണമെന്ന് പറയുന്നുണ്ട് ഖുർആൻ. വഅഖിമിസ് സ്വലാ, നിസ്കാരത്തെ നിങ്ങൾ നിലനിർത്തണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയം നിസ്കാരം എന്നുള്ളത് അത് നമ്മുടെ തെറ്റുകളിൽ നിന്നും വേണ്ടാത്ത രംഗങ്ങളിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നൊക്കെ അതിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് ഒരു സൂചന. അപ്പം നമ്മുടെ നിസ്കാരം വളരെ നല്ല രീതിയിൽ പരിപൂർണമായ രീതിയിൽ ഉളുവെടുക്കുകയും നിസ്കാരം നല്ല ആത്മാർത്ഥതയോടുകൂടെ നല്ല ഭയഭക്തിയോടുകൂടെ നല്ല സൂറത്തുകളൊക്കെ ഓതി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുമെന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ പറയുന്നത് ഖുർആനിൽ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അപ്പോൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അത് ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്ന് അത് നമ്മൾ നല്ല ഇഖ്ലാസോടെ നമ്മൾ നിസ്കരിക്കണം, അതുപോലെ ഭയഭക്തിയോടെ. മറ്റൊന്ന് ഖുർആനിൽ സൂറത്തുകളൊക്കെ ഓതുക, അത് അങ്ങനെ നിസ്കരിക്കുക എന്നുള്ളത്. അതാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അവിടെ 53-ാമത്തെ ആയത്തിലൊരു കാര്യം പറയുന്നുണ്ട്. യസ്തഅ്ജിലൂനക, മുശ്രിക്കീങ്ങൾ അവർ തിരക്ക് കൂട്ടാണ്. അദാബ് നബി തങ്ങൾ പറയുന്നുണ്ടല്ലോ, അദാബുണ്ട് വരും, പേടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അത് വരട്ടെ, എല്ലാം പെട്ടെന്നാവട്ടെ. അവർ കളിയാക്കുകയാണ്. എല്ലാം വേഗമുണ്ടാവട്ടെ, അദാബുകൾ വേഗമുണ്ടാവട്ടെ. വലൗല അജലും മുസമ്മ ലജാഅഹുമുൽ അദാബ്, അതിന് ഓരോ അദാബിനും ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു അജലുണ്ടായിരുന്നില്ലെങ്കിൽ അവരിലേക്ക് അദാബ് വരുമായിരുന്നു. വലയഅ്തിയന്നഹും ബഗ്ത വഹും ലാ യശ്ഉറൂൻ, പക്ഷേ അവരിലേക്ക് അദാബ് പെട്ടെന്ന് വരും. അവർ ഒന്ന് ചിന്തിക്കാതെ, അവർക്കറിയാത്ത സമയത്ത് അദാബ് അവരിലേക്ക് വരും. പക്ഷേ അതിനുശേഷം പറയുന്ന ഒരു സംഭവമുണ്ട് 55-ാമത്തെ ആയത്തിൽ. യൗമന യഗ്ഷാഹുമുൽ അദാബ്, ഒരു ദിവസം വരാനുണ്ട്. യഗ്ഷാഹുമുൽ അദാബ്, അദാബ് അവരെ പൊതിയുന്ന ഒരു ദിവസം. മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, അവരുടെ മുകളിൽ നിന്നും അവരുടെ താഴ്ഭാഗത്തു നിന്നൊക്കെ. വയഖൂലു, എന്നിട്ട് അവരോട് പറയും, ദൂഖൂ, നിങ്ങൾ രുചിക്കൂ, മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച ആ ഓരോ കാര്യത്തിന് നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ രുചിക്കൂ എന്ന് അല്ലാഹ് പറയുക എന്ന് അവിടെ ഖുർആനിൽ അവിടെ പറയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ കാണുന്നൊരു സംഭവമാണിത്. നമ്മളിലേക്ക് പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? അള്ളാഹുലേക്ക് മടങ്ങും, അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കും. പക്ഷെ ഇത് നീങ്ങിക്കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ ആ ഭയഭക്തിയിൽ നിന്നും ആ പേടിയിൽ നിന്നും തഖ്വയിൽ നിന്നൊക്കെ നമ്മൾ പോയി നമ്മളെന്ത് ചെയ്യും? പിന്നെയും തിന്മയിലേക്ക് നമ്മൾ വരും. റമദാന് നമ്മൾ ആരംഭത്തിലൊക്കെ റമദാനാണ്, ഇതാണ് വലിയ ബഹുമതിയോടെ നമ്മൾ കാണും. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും അതേ ഒരു രീതിയിലേക്ക്, നമ്മുടെ പഴയ രീതിയിലേക്ക്, മറ്റ് യൂട്യൂബും മറ്റുമൊക്കെ അതിലേക്ക് തന്നെ നമ്മൾ പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പം അത് ശരിയല്ല. ഇവിടെ അതിൻ്റെ രൂപം പറയുന്നത് ഫൈദാ റക്കിബൂ ഫിൽ ഫുൽക്ക്, കപ്പലിൽ അവർ പോവുകയാണെങ്കിൽ, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കപ്പൽ പ്രയാസത്തിൽപ്പെടുമ്പോൾ അല്ലെങ്കിൽ തിരയിൽ വന്ന് അപകടത്തിൽപ്പെടുമ്പോൾ അവർ അള്ളാഹുവിൽ വല്ലാണ്ട് ആത്മാർത്ഥതയോടെ അവർ എന്ത് ചെയ്യും? അവർ ദുആ ചെയ്യും. ഫലമ്മ നജ്ജാഹും ഇലൽ ബർരി, ഇനി കരയിലേക്ക് അവരെ രക്ഷപ്പെടുത്തിയാൽ ഇദാഹും മുശ്രിക്കൂൻ, അവർ പിന്നെയും മുശ്രിക്കീങ്ങളായിത്തീരും.
അപ്പോൾ അതൊരു ഒരു ഉപമയാണ്, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അവിടെ ഒരു 60-ാമത്തെ ആയത്തിൽ പറയുന്നൊരു സംഭവം, വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. ഓരോ മൃഗങ്ങൾക്കും ഓരോ ജീവികൾക്കും റിസ്ഖ് നൽകുന്നത്, ഇതിൻ്റെ ഭക്ഷണം മറ്റു കാര്യങ്ങൾക്ക് നൽകുന്നത് അത് അള്ളാഹുവാണ്. വകഅയ്യിൻ മിൻ ദാബ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും. അത് അവർക്കും നിങ്ങൾക്കും റിസ്ഖ് നൽകുന്നത് അള്ളാഹുവാണ്. പിന്നെ ഈ സൂറയുടെ അവസാനത്തെ ആയത്ത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അധ്വാനിക്കുന്ന ആൾക്ക് അവരുടെ വഴി അള്ളാഹു തെളിയിച്ചു കൊടുക്കുമെന്നാണ്. വല്ലദീന ജാഹദൂ ഫീന, അധ്വാനിക്കുന്ന ആൾക്കാർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുന്ന, പ്രയത്നിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ആൾ, അവർക്ക് ലനഹ്ദിയന്നഹും സുബുലന, അവരുടെ വഴികളെ നമ്മൾ എന്ത് ചെയ്യും, ഹിദായത്തിലാക്കും എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ അതിന് റിസൾട്ട് നമുക്ക് കിട്ടുമെന്നാണ് ഇതിൻ്റെ സൂചന. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്ത് റൂം സൂറയാണ്. വളരെ പ്രസിദ്ധമായ എല്ലാവർക്കും അറിയുന്നൊരു സൂറയാണ് ഇത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ഗുലിബത്തിർ റൂം കീഴടക്കപ്പെട്ടു എന്നാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത്, അഥവാ ഇതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത്. റോമ സാമ്രാജ്യം എല്ലായിടത്തും കീഴടക്കിയൊരു സമയമാണ്. അല്ലെങ്കിൽ റോമ സാമ്രാജ്യം, രാജാക്കന്മാർ അവിടുത്തെ എല്ലാവരൊക്കെ വളരെ ശക്തിയുള്ളൊരു സാമ്രാജ്യമാണ്. ആ സമയത്താണ് നബി തങ്ങൾ പറയുന്നത്, ആ റോം സാമ്രാജ്യത്തെ മുസ്ലിമീങ്ങൾ കീഴടക്കും, അല്ലെങ്കിൽ ഇസ്ലാമിനത് കീഴടക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം അത്രയും അസാധ്യമായ ഒരു സാഹചര്യത്താണ് നബി തങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ അടുത്ത ഒരു അത്ഭുതം ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഫി അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. വളരെ വളരെ അടുത്ത് തന്നെ അവരെ കീഴടക്കുമെന്നാണ്. ഫി ബിൽഇ സിനീൻ. ഇപ്പോൾ നഹ്വ് ഗ്രാമർ അറിയുന്ന ആൾക്കാർക്കറിയാം, ഈ സിനീൻ എന്ന് പറയുന്നത് അവിടെ സനത്ത് സിനീൻ, ഇപ്പോൾ മാക്സിമം 9 ആവുക, 9 വർഷം. അതുവരെയാണ് ആ ഒരു സീഗ വരുന്നത്, സിനീൻ. അപ്പോൾ അവിടെ മാക്സിമം പോയ ഫിബിൽ സിനീൻ 9. അപ്പോൾ 7 വർഷത്തിനുള്ളിലായിട്ട് അത് കീഴടക്കിയെന്ന് നമുക്ക് ചരിത്രം മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അത് ആ ഒരു സംഭവം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്താണത്. മുമ്പ് തന്നെ പ്രഡിക്റ്റ് ചെയ്ത റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. 6-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വഅദല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അള്ളാഹു വാഗ്ദാനം ലംഘിക്കൂല. വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ഇത് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. വളരെ വളരെ ബഹുഭൂരിഭാഗം ആൾക്കാരിത് അവർ മനസ്സിലാക്കുന്നില്ല. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ആഖിറത്തെ തൊട്ട് അവർ അശ്രദ്ധരാണ്, അവർ ഗാഫിലീങ്ങളാണ്. അവലം യതഫക്കറൂ ഫീ അൻഫുസിഹിം, അവരുടെ നഫ്സുകളിൽ, അവരുടെ ശരീരങ്ങളിൽ, അവരുടെ നഫ്സുകളിൽ അവർ ചിന്തിക്കുന്നില്ലേ? മാ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്, ആകാശങ്ങളെ ഭൂമിയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ സൃഷ്ടിച്ചത് ഇല്ലാ ബിൽ ഹഖ്, അത് ഹക്ക് കൊണ്ടാണ്. വ ഇന്ന കസീറൻ മിനന്നാസി ബിലിഖാഇ റബ്ബിഹിം ലകാഫിറൂൻ, ഭൂരിഭാഗം ജനങ്ങളും മഹ്ശറയില്ല, അള്ളാഹുവിനെ പിന്നെ അങ്ങനത്തെ ഒരു സംഭവമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്, എന്ന് വിചാരിക്കുന്നവരാണ്. അവലം യസീറൂ ഫിൽ അർദ്, പിന്നെയും ഇവിടെ നോക്കാം, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതിന് യാത്രക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്. യസീറൂ ഫിൽ അർദ്, ഭൂമിയിൽ യാത്ര അവലം യസീറൂ ഫിൽ അർദ്, ഭൂമിയിൽ അവർ യാത്ര ചെയ്യുന്നില്ലേ? ഫയന്ദുറു, എന്നിട്ട് എന്തിനാ യാത്ര ചെയ്യുക? ഫയന്ദുറു കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, ആദ്യം പറഞ്ഞ ആയത്ത് ബഹുഭൂരി ജനങ്ങളും അവർ അള്ളാഹുവിനെ കാണുന്നതിന്, അല്ലെങ്കിൽ മഹ്ശറായെ, അല്ലെങ്കിൽ പരലോകത്തെ അവർ വിശ്വസിക്കാത്തവരാണ്. എന്നിട്ട് പറയുന്നത് അങ്ങനെയാണോ അവരുടെ വിഷയം? എന്നാൽ അവർ ഭൂമിയിൽ യാത്ര ചെയ്യട്ടെ, അവർക്ക് മനസ്സിലാവും എന്ത്. ഒരുപാട് ജനങ്ങൾ അള്ളാഹു നശിപ്പിച്ച സമൂഹങ്ങളെപ്പറ്റി അവർ പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഫിർഔൻ. അവൻ്റെ ജഡം ഇന്നുപോലും നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഫയന്ദുറു അവർ മനസ്സിലാക്കട്ടെ, നോക്കട്ടെ, ചിന്തിക്കട്ടെ, പഠിക്കട്ടെ. കൈഫക്കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് കഴിഞ്ഞ സമൂഹത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു. കാനു അശദ്ദ മിൻഹും ഖുവ്വ, ഇവരെ മുൻകഴിഞ്ഞ സമൂഹം ഇപ്പോഴുള്ള സമൂഹത്തേക്കാൾ നമ്മളെക്കാൾ ഏറ്റവും ശക്തരായിരുന്നു. എന്നിട്ടും അവരെ നശിച്ചു പോയല്ലോ, അള്ളാഹു നശിപ്പിച്ചില്ലേ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നമ്മൾ 19-ാമത്തെ ആയത്തിൽ വളരെ മനോഹരമായ ഒരു സംഭവം അള്ളാഹു പറയുന്നുണ്ട്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനില്ലാത്ത മയ്യത്തിൽ നിന്ന് അള്ളാഹു ജീവനുള്ള ഒന്നിനെ അള്ളാഹു പുറപ്പെടുവിക്കും. യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി, ജീവനുള്ള ഒന്നിൽ നിന്ന് ജീവനില്ലാത്ത മയ്യത്തിനെ ഒന്നിനെ പുറപ്പെടുവിക്കും. യുഹ്യിൽ അർള ബഅദ മൗതിഹാ, ഒരു ഭൂമി അത് ഉണങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അത് ചത്തുപോയി വരേണ്ടതിന് ശേഷം അള്ളാഹു അതിനെ ജീവിപ്പിക്കും. വകദാലിക തുഖ്റജൂൻ, ഇതുപോലെയാണ് നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നത് എന്ന്. വലിയ പാഠമാണത്. നമ്മളൊക്കെ നമ്മുടെ വിത്തുകൾ, സീഡ്സുകൾ നമുക്കത് ഒന്ന് വിത്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2-3 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ വീണ്ടും ഇങ്ങനെ അത് ജെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് വീണ്ടും ഒരു സസ്യമായി മാറാൻ അത് ഉണ്ടാവും. അത് വീണ്ടും ഒരു ചെടിയായി, ഒരു ചെറിയ സസ്യമായി, മരമായി ഇങ്ങനെ മാറും. അതേപോലെ ഒരു വരണ്ട ഭൂമിയിൽ അള്ളാഹു ഒരുപാട് മഴ മറ്റുമൊക്കെ വർഷിപ്പിച്ച് അതിനെ പച്ചപ്പ് പിടിപ്പിച്ച് ആ ഭൂമിയെ അള്ളാഹു പച്ചപ്പുള്ള ഭൂമിയാക്കും. ഇതുപോലെ മനുഷ്യന്മാരെ, നിങ്ങളെയും മരണപ്പെട്ടതിന് ശേഷം വീണ്ടും സൃഷ്ടിക്കപ്പെടും, വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയാണ്. ഒരുപാട് 5-6-7 സംഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഉമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അൻ ഖലഖലകും മിൻ തുറാബ്, വെറും മണ്ണിൽ നിന്ന് നിങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചു. സുമ്മ ഇദാ അൻതും ബശറുൻ തന്തശിറൂൻ, അള്ളാഹു നിങ്ങളെ തുടക്കിയത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് വെറും മണ്ണിൽ നിന്നാണ്. ഇപ്പോഴോ അൻതും ബശറുൻ തന്തശിറൂൻ, എല്ലായിടത്തും പരന്നു കിടക്കുന്ന, എല്ലായിടത്തും നിങ്ങൾ മനുഷ്യന്മാരാണ്. എത്ര മനുഷ്യന്മാരാണ്! ആദ്യം നിങ്ങൾ വെറും മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതേപോലെ മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ നഫ്സിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ അള്ളാഹു സൃഷ്ടിച്ചു. ലിതസ്കുനു ഇലൈഹ, അവരിലേക്ക് നിങ്ങൾ സമാധാനം കണ്ടെത്താൻ. എന്നിട്ടോ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇണകൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും, സ്നേഹവും വാത്സല്യവും റഹ്മത്തും അള്ളാഹു ആക്കിത്തരും. ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ഇത് വലിയ പഠന വിഷയമാണ്. പഠിക്കുന്നവർക്ക് പ്രോത്സാഹനകരമാണ്, എൻകറേജ് ചെയ്യേണ്ടതാണ്. അതുപോലെ മിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്, ഇതെല്ലാം വലിയ വലിയ വിഷയങ്ങളാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്. വഖ്തിലാഫു അൽസിനതികും, ഇത് വലിയ വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ അല്ലെങ്കിൽ ഈ ഫുട്ബോളിൻ്റെ അവരുടെ സമയത്ത് ഓതിയ ഒരു ആയത്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഓർമ്മ ശരിയാണെങ്കിൽ. വഖ്തിലാഫു അൽസിനതികും അൽവാനിക്കും, അല്ല നമ്മൾ എത്ര വലിയ വിഷയമാണ് ഇവിടെ പറഞ്ഞത്. വഖ്തിലാഫു അൽസിനതികും, വ്യത്യസ്തമായ ഭാഷകൾ, അൽവാനിക്കും, വ്യത്യസ്തമായ നിറങ്ങൾ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലമീൻ, ലോകർക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. എൻ്റെതും നിങ്ങളുടേതും ഓരോ ലോകത്തിൽ എത്ര ഭാഷയാണ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമല്ലേ. എത്ര നിറങ്ങളാണ്. മനുഷ്യൻ, കറുത്ത മനുഷ്യനുണ്ട്, വെളുത്ത മനുഷ്യനുണ്ട്, ചുവന്ന മനുഷ്യൻ, അങ്ങനെ വ്യത്യസ്തമായ മനുഷ്യൻ കളറുകൾ. മിൻ ആയാതിഹി മനാമുക്കും ബില്ലൈൽ വന്നഹാർ, രാത്രികളിലും പകലിലുമൊക്കെ കാണുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ അതെങ്ങനെയാണ്, അത് ദൃഷ്ടാന്തമാണ്. ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها, അള്ളാഹു മഴ വർഷിക്കുന്നത്, എന്നിട്ട് വരണ്ട ഭൂമി അള്ളാഹു പച്ചപ്പുള്ള ഭൂമിയാക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമല്ലേ. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നില്ല, പഠിക്കണം ഈ വിഷയം. മിൻ ആയാതിഹി അൻ തഖൂമ അസ്സമാഉ വൽ അർദു ബിഅംരിഹി, ആകാശവും ഭൂമിയും ഒക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നിൽക്കുന്നത്, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. പിന്നെ ഇവിടെ പറയുന്ന 30-ാമത്തെ ആയത്തിൽ ഫഅഖിം വജ്ഹക ലിദ്ദീൻ, ഇത്ര സംഭവങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ദീനിൻ്റെ വഴി നിങ്ങൾ
നിവർന്ന് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഉറച്ച് ഫഅഖിം നിങ്ങൾ നിൽക്കണം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തുല്ലാഹില്ലതി ഫതറന്നാസ അലൈഹ. അള്ളാഹു നമ്മുടെ കൽബിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു 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 എന്താ പറയുക, നാച്ചുറലായിട്ടൊരു ദീന് നമ്മുടെ മനസ്സിൽ ഇട്ടിട്ടുണ്ട്. ഓരോ മനുഷ്യനും ഇപ്പോൾ പിന്നെയാണ് അത് ഹദീസ് നമുക്ക് കാണാൻ പറ്റും. യുമജ്ജിസാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹദീസുണ്ട്. പിന്നെന്താണ്, ഒരു മനുഷ്യന് ജനിക്കുമ്പോൾ ഏതൊരു കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദീനാണ് അല്ലെങ്കിൽ ഇസ്ലാമാണ്. അവനെ പിന്നെ അവൻ്റെ മാതാപിതാക്കളാണ് അവനെ മറ്റ് ധർമ്മങ്ങളിലേക്ക്, മറ്റ് മതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ്. പക്ഷെ ഇതൊന്നും വലാകിൻ അക്സറ അന്നാസി ലാ യഅലമൂൻ, കൂടുതൽ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കുന്നില്ല. പിന്നെയും അള്ളാഹു പറയുന്നു വഅഖീമുസ്സലാ, നിസ്കാരം നിലനിർത്താനേ, വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെ ശിർക്ക് വെക്കുന്ന ആളാവരുതേ നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ഒരു സംഭവം ഇവിടെ പിന്നെ പറയുന്നുണ്ട്. എന്ത് ഈ പലിശയെ പറ്റിയിട്ട് 39-ാമത്തെ ആയത്ത്, വമാ ആതൈതും മിർ റിബൻ ലിയർബുവ ഫീ അംവാലിന്നാസ്, ജനങ്ങളുടെ നിങ്ങളുടെ സമ്പത്തുകളിൽ അത് വളർച്ച കിട്ടാൻ, അല്ലെങ്കിൽ കൂടുതൽ എന്ന് നിങ്ങൾ വിചാരിക്കും എന്ത് നിങ്ങളുടെ പലിശ എന്നുള്ളത്. പക്ഷേ ഫലാ യർബുവ ഇൻദല്ലാഹ്, പക്ഷെ അള്ളാഹിൻ്റെ അടുത്ത് അത് കൂടുതലാവുന്നില്ല. വമാ ആതൈതും മിൻ സക്കാ, പക്ഷെ നിങ്ങൾ നൽകുന്ന സക്കാത്ത് തുരീദൂന വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ച്, പ്രീതി ആഗ്രഹിച്ച്, കാംക്ഷിച്ച് നൽകുന്ന സക്കാത്ത് ഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അവർക്കാണ് ഇരട്ടി കിട്ടുന്നത്. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലിക മിൻ ഷൈ സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. എത്ര മനോഹരമാണ്. അല്ലാഹ് പറയാണ്, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നിങ്ങൾക്ക് റിസഖ് നൽകുന്നത്, അള്ളാഹുവാണ് നമ്മളെ മരിപ്പിക്കുന്നതും പിന്നെയും ജീവിപ്പിക്കുന്നതും. എല്ലാം 4 പ്രോസസ്സ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് റിസ്ക് നൽകി, നിങ്ങളെ വളർത്തി റബ്ബാണ് അള്ളാഹു, തർബിയത്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ യുമീത്തുക്കും, നിങ്ങളെ മരിപ്പിക്കുന്നുണ്ട്, യുഹ്യീക്കും പിന്നെയും അള്ളാഹു പുനർജീവിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവാണ് ചെയ്യുന്നത്. എന്നാലോ ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലിക മിൻ ഷൈ, നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നുണ്ടല്ലോ ഒരുപാട് ദൈവങ്ങളെ. ആ ദൈവങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലിക മിൻ ഷൈ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. പിന്നെ പറയും, നമുക്ക് വളരെ പ്രസിദ്ധമായ ഒരു ആയത്താണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. ഈ കടലിലും കരയിലും ഒക്കെ ഉണ്ടാവുന്ന ഫസാദുകളൊക്കെ അതിൻ്റെ മെയിൻ പിന്നെ അതിൻ്റെ കാരണം അത് മനുഷ്യനാണ്. ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും മറ്റുമൊക്കെ കാരണമാണ് ഇവിടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് പറയുന്ന ആയത്തുകൾ. ഇനി പറയുന്നത്, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ 47-ാമത്തെ ആയത്തിലൊരു സംഭവം പറയുന്നുണ്ട്, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അല്ലാഹ് പറയാണ്, അത് നമ്മുടെ ബാധ്യതയാണ് മുഅ്മിനീങ്ങൾക്ക് സഹായിക്കുക എന്നുള്ളത്. നമ്മൾ മുഅ്മിനീങ്ങളായി മാറുകയാണെങ്കിൽ, ശരിക്കും ഒരു മുഅ്മിനാണെങ്കിൽ അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകും. നമ്മൾ അള്ളാഹു കേൾക്കും, അള്ളാഹു അത് ചെയ്ത് അള്ളാഹു പൂർത്തീകരിക്കുമെന്നാണ്. വളരെ വളരെ മനോഹരമായ ഒരു ആയത്ത്, 54-ാമത്തെ ആയത്ത്. അള്ളാഹു പറയും, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫ്, ബലഹീനതയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എത്ര ബലഹീനയായ നമ്മളെ എടുക്കാൻ ഒരാൾ, നമ്മളെ പിടിക്കാൻ കുളിപ്പിക്കാൻ ഒരാൾ നമ്മളെ. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫ്, എന്നിട്ട് സുമ്മ ജഅല മിൻ ബഅദി ദഅഫിൻ ഖുവ്വ, പിന്നെ നമ്മൾ ശക്തന്മാരായി അള്ളാഹു ആക്കി. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദഅഫൻ വശൈബ, പിന്നെ വീണ്ടും അള്ളാഹു പിന്നെ തളപ്പുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള സമയത്തിന് ശേഷം ബലഹീനതയും വാർദ്ധക്യം വയ്ക്കുമെന്നു. യഖ്ലുഖു മാ യശാഉ വൽ അലീമുൽ ഖദീർ. അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ച് അള്ളാഹു സൃഷ്ടിക്കുന്നു എന്നാണ്. പിന്നെ ഫയൗമയിദില്ല, ഒരു ദിവസം വരാനുണ്ട്, ലാ യൻഫഉല്ലദീന ളലമൂ, അക്രമികളായ ആൾക്കാർക്ക് അവിടെ ഉപകാരപ്പെടൂല. മഅ്ദിറത്തുഹും, അവരുടെ കാരണം പറയൽ, ഞാൻ അതായിരുന്നു ഇതായിരുന്നു, അതാണ് വിഷയം ഇതാണ് വിഷയം എന്നൊക്കെ, അതൊന്നും അവിടെ ഇല്ല. അങ്ങനെ ആ ഒരു വിഷയമൊന്നും അവിടെ ഇല്ല.
ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ലുഖ്മാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം തിൽക ആയാതുൽ കിതാബിൽ ഹകീം ഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ അല്ലദീന യുഖീമൂനസ് സ്വലാ. കണ്ട, പിന്നെയും സലാത്ത് നിസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. ആരാണ് മുഅ്മിനീങ്ങൾ? മുഹ്സിനീൻ, ഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങൾക്കാണ് ഈ ഖുർആൻ ഹുദയും സന്മാർഗവും റഹ്മത്തുമായുള്ളത്. അവരാരാണ്? യുഖീമൂനസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരാണ്. യുഅ്തൂന സക്കാ വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, സക്കാത്ത് നൽകുന്നവരാണ്, ആഖിറത്തിൽ അവർ ദൃഢവിശ്വാസമുള്ളവരാണ്. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് സന്മാർഗികൾ, അവരാണ് സന്മാർഗത്തിലുള്ളത്, അവർക്കാണ് ശാശ്വത വിജയം. മറ്റൊരു വിഭാഗമുണ്ട്. ഇതാ തുത്ല അലൈഹി ആയാതുന, നമ്മുടെ ആയത്തുകൾ നമ്മുടെ അവരിലേക്ക് ഓതപ്പെട്ടാൽ വല്ല മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹ കഅന്ന ഫീ ഉദ്നൈഹി വഖറ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അഹങ്കാരികളായി നടക്കുന്ന ആൾക്കാർ, അവരിലേക്ക് ഖുർആൻ ഓതപ്പെട്ടാൽ അവർ അഹങ്കാരിയായി നടക്കും. ചെവിയിലേക്ക് എന്തെങ്കിലും വെച്ചവർ നടക്കും. ചെവികൾക്ക് എന്തെങ്കിലും വെച്ചതുപോലെ ഒന്നും കേൾക്കാതെ അവർ ശ്രദ്ധിക്കും. അവർക്ക് ഫബശ്ശിറുഹു നബി, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അള്ളാഹു വേറെ രീതിയിലാണ് ഇവിടെ പറയുന്നത്. എന്താണ് സന്തോഷ വാർത്ത? വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന്. ഇനി നമ്മൾ പറയുന്നത് ലുഖ്മാൻ നബി അലൈഹിസ്സലാം അവരുടെ മോന് പറയുന്ന കുറച്ച് ഉപദേശങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്ന് പറയുന്നത് ശിർക്ക് നിങ്ങൾ വെക്കരുത്, അതേപോലെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. മാതാപിതാക്കൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അവർ എന്താ പറയുക, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ, വളരെ പ്രയാസം. അങ്ങനെ അതൊരു നീണ്ട വിഷയം പറയേണ്ടതാണ്, ഞാനിത് ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. അതേപോലെ യാ ബുനയ്യ ഇന്നഹ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അഹങ്കാരിയാവരുത് ഒരു വിഷയം. അതേപോലെ അഖ്മിസ്വല, നിസ്കാരം നിലനിർത്തണം. നന്മയെ കൽപ്പിക്കണം, തിന്മയെ വിരോധിക്കണം. അത് നമ്മൾ ചർച്ച ചെയ്താണ് ആ വിഷയം. അതേപോലെ നിനക്ക് വന്നു വഹിക്കുന്ന പ്രശ്നങ്ങളിൽ നീ എന്ത് ചെയ്യണം? സബൂർ ചെയ്യണം, ക്ഷമിക്കണം. അത് അഹങ്കാരിയാവരുത് എന്നുള്ള ആ ഒരു വിഷയം. അള്ളാഹു ഒരുപാട് സംഭവങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ വിഷയമായി ബന്ധപ്പെട്ട്. അതായത് അലം തറ അന്നല്ലാഹു യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. അള്ളാഹു നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹു പകലിനെ യൂലിജുൽ ലൈല ഫിന്നഹാർ, പകലിനോട് രാത്രി പ്രവേശിപ്പിച്ചതും വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, രാത്രിയിൽ പകലിനെ പ്രവേശിപ്പിച്ചത്. ആ വിഷയമൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്, ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അവിടെ പറയുന്നുണ്ട് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എങ്ങനെ? നമ്മൾ ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹി, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ നിർവഹിക്കുകയും അരുതേ എന്ന് പറഞ്ഞ കാര്യത്തെ നമ്മൾ നിഷേധിക്കുകയും ചെയ്യും. അതാണ് തഖ്വ. എന്നിട്ട് വഖ്ശൗ യൗമൻ, ഒരു ദിവസം വരാണ്ട് ആ ദിവസം നിങ്ങൾ പേടിക്കണം. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു കുട്ടിയെ കൊണ്ട് ഒരു ഉപ്പയെ രക്ഷപ്പെടുന്ന ഒരു ദിവസമല്ലത്. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ദുനിയാവിൻ്റെ ജീവിതം നിങ്ങളെ വഞ്ചിതരാക്കണ്ട, നിങ്ങളെ വഞ്ചിതരാവരുത് അതിൽ. ഇനി പറയുന്നൊരു വിഷയം അള്ളാഹുവിനെ മാത്രം അറിയുന്നൊരു വിഷയമാണ്. ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന് ഇൽമുസ്സാ, അന്ത്യനാൾ എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക. അതുപോലെ എപ്പോഴാണ് മഴ വരുന്നത്, വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം, എപ്പോഴാണ് മഴ വരുന്നത് അതും അള്ളാഹുവിന് മാത്രമാണ്. അതുപോലെ ഗർഭപാത്രത്തിൽ അവിടെ എന്ത് കുട്ടിയാണ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇനി അവിടെ ഒരു സംശയമുണ്ടാവും, ഇന്ന് സംവിധാനങ്ങൾ മോഡേൺ ടെക്നോളജി വളർന്നതിനാണല്ലോ
ഫോർകാസ്റ്റിങ്ങും മറ്റുമൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അതിനെന്താണ് മറുപടി? അതൊന്നും കൃത്യതയുള്ളതല്ല. അത് പിന്നെന്താണ്, തോന്നലുകളാണ്, പിന്നെ ജസ്റ്റ് മാത്രമാണ്. അതേപോലെ ഈ അർഹാമിൻ്റെ വിഷയം അല്ലെങ്കിൽ ഗർഭം, അതുമൊക്കെ ആ കുട്ടി എങ്ങനെയാണ് എന്ന് മാത്രമാണ് അറിയുന്നത്. അതല്ലാണ്ട് ആ കുട്ടിയുടെ രൂപം, അതിൻ്റെ മറ്റു ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയുന്നില്ല. അതറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഒമാ തദ്രി നഫ്സുൻ, അത് നീണ്ട വിഷയമാണ്, ഞാനത് വളരെ സ്കിപ്പ് ചെയ്ത് ചുരുക്കി പറഞ്ഞതാണ്. അത് പഠിക്കപ്പെടേണ്ടതാണ്, പിന്നെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഒമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ, നാളെ എന്ത് ഏൺ ചെയ്യും, നാളെ എന്ത് നേടുമെന്നുള്ളത് അതറിയുന്ന അള്ളാഹു മാത്രമാണ്. ഒമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, എവിടെയാണ് മരിക്കുന്നതും ഇതൊക്കെ അള്ളാഹുവിനാണ് അറിയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഒരുപാട് സൂറത്ത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂറ സജദയാണ്. അലിഫ് ലാം മീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ അം യഖൂലൂന ഇഫ്തറാഹ്, അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അവിടെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്തിൽ നിന്ന് ഭൂമി വരെ എല്ലാം അല്ലാഹുവാണ് കൺട്രോൾ ചെയ്യുന്നത്, അള്ളാഹുവാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അള്ളാഹുവാണ് എല്ലാം പിന്നെന്താണ് അത് നോക്കി നടത്തുന്നത്. പിന്നെ പറയുന്നത് അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹ്, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പുകൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ, വളരെ ഭംഗിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്, വളരെ നല്ല പ്രൊപ്പോർഷനിലാണ്. വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തുടങ്ങിയത് മണ്ണിൽ നിന്നാണ്. പിന്നെയാണ് അവൻ്റെ നസ്ലുകൾ പിന്നെ തുടർന്നു പോയത്. പിന്നെ ഒരു പേടിക്കേണ്ട ഒരു വിഷയമാണ്, അള്ളാഹു പറയുന്നുണ്ട് ഇവിടെ, അള്ളാഹു നരകത്തോട് പറഞ്ഞിട്ടുണ്ട്, നീ ജഹന്നം എന്ന നരകത്തോട് അള്ളാഹു ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ്? ആ ജഹന്നം എന്ന നരകത്തിൽ നിറക്കപ്പെടും, അല്ലെങ്കിൽ ആ ജഹന്നം എന്ന നരകത്തിൽ ആൾക്കാരെ കൊണ്ടും മറ്റുമൊക്കെ നിറക്കപ്പെടുമെന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾക്കൊരു പേടിക്കേണ്ട ഒരു വിഷയമാണ്. വലൗ ശിഅ്നാ ലആതീനാ കുല്ല നഫ്സിൻ ഹുദാഹ, അള്ളാഹ് പറയാണ്, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓരോ നഫ്സുകൾക്ക് നമ്മൾ സന്മാർഗം നമ്മൾ നൽകുമായിരുന്നു, അത് മുഖേന സ്വർഗത്തിലേക്ക് കടക്കുമായിരുന്നു. പക്ഷേ വലാകിൻ ഹഖൽ ഖൗലു മിന്നി, പക്ഷെ അല്ലാഹുവിൻ്റെ ഖൗലുണ്ട്. എന്താണ്? ലഅംല അന്ന ജഹന്നം എന്ന നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും, മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, ജിന്നുകളിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പറയുന്നൊരു സമയം, ഒരു വിഷയം നമ്മൾ ഈ റമദാനിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, അവർ കിടന്നിരിക്കുമ്പോഴൊക്കെ അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. യദ്ഊന റബ്ബഹും, അതായത് എല്ലാവരും ഉറങ്ങുന്ന സമയം മറ്റുമൊക്കെ അവർ എഴുന്നേറ്റ് പിന്നെന്താണ് അള്ളാഹുവിൻ്റെ പ്രതീക്ഷയോടെ പേടിയോടെ അവർ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. ഒമിമ്മ റസഖനാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്നും മറ്റുമൊക്കെ അവർ ചെലവഴിക്കുന്നവരാണ്. പിന്നെ പറയുന്ന ഒരു ആയത്ത് വളരെ പ്രതീക്ഷയോടെ, വളരെ ആഗ്രഹിപ്പിക്കുന്ന, വളരെ മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു ആയത്താണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, ഒരു നഫ്സിന് പോലും അറിയില്ല എന്താണ് അവർക്ക് കൺകുളിർമയാകുന്ന ഒന്ന് നാളെ അള്ളാഹു അവർക്ക് കാത്തുവെച്ചിട്ടുള്ളത് എന്ന്. സ്വർഗമാകുന്ന ആ സംഭവം, അത് എന്താണ് അവരുടെ കൺകുളിർമയാകുന്ന സംഭവം എന്ന് അത് അള്ളാഹ്ക്ക് മാത്രമാണ് അറിയുന്നത് എന്ന്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ സൂറത്തു സജദ, ഇത് നമ്മൾ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനമാണ്. വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിൽ നമ്മളിത് ഒന്നാമത്തെ റക്അത്തിൽ സൂറ സജദ ഓതലും രണ്ടാമത്തെ സൂറത്തു ഇൻസാൻ ഓതൽ നല്ലതാണ്. ഓക്കെ, അതാണ് അവിടെ പറയാനുള്ളത്. ഈ ഒരു സൂറയുടെ മെയിൻ തീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തെ പറ്റി പറയുന്നതാണ്. അതേപോലെ പിന്നെ എന്താണ്, ഈ മുനാഫിക്കുകളെ പറ്റിയും പിന്നെ അന്ത്യനാളിനെ പറ്റിയും അതേപോലെ മുഅ്മിനീങ്ങളെ പറ്റിയും അവരുടെ വിശേഷണങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ആശയം എന്നുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ അഹ്സാബാണ്. അതെനിക്ക് തോന്നുന്നു അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.